ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ദിവസങ്ങളിൽ ഏട്ടുമാണ് നിവിക്കുട്ടനെ കൊണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ടേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എണീച്ചു. കുറച്ച് നേരത്തെ പറഞ്ഞാൽ 6:30 ഒക്കെ ആകുമ്പോഴാണ് നിവിക്കുട്ടൻ്റെ വണ്ടി വരിക. അപ്പോൾ ഒരു 5:40-45 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ എണീക്കുക കേട്ടോ. ചിലപ്പോൾ അലാറം ഓഫ് ചെയ്തിട്ട് ഒരു 6 മണി വരെയും കൂടി ഒന്ന് ഉറങ്ങും. നിവിക്കുട്ടനും ഒപ്പം എണീക്കും കേട്ടോ. എണീച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ സോഫയിൽ വന്ന് ഉറക്കം തൂങ്ങിയിരിക്കും. ബ്രഷൊക്കെ ചെയ്ത് വന്നാലാണ് കുറച്ചൊന്ന് ഉഷാറാവുക. പക്ഷേ ആൾക്ക് ഡ്രസ്സ് ഇടാനും ഒക്കെ ഒരു ഉഷാറ് കുറവാണ്. അപ്പം ഞാൻ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും നിവിക്കുട്ടൻ്റെ വണ്ടി വരും. അപ്പോൾ ഇനി വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവനെ വിളിക്കണം, എന്നാലാണ് അവിടുന്ന് എണീക്കുള്ളൂ. അതുവരെ അവിടെ ഇങ്ങനെ ചാരിയിരിക്കും. നമുക്കറിയാമല്ലോ, നേരത്തെ ആയതുകൊണ്ട് എന്തായാലും ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അവന് വലിയ കുഴപ്പമില്ല, കാരണം വണ്ടിയിൽ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു അരമണിക്കൂറുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ചൊക്കെ ഉറങ്ങും. ഇപ്പോൾ ഇവിടെ തായ്ലാൻഡിൽ നല്ല വിൻ്റർ സീസൺ ആണ് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ് രാവിലെയും, അതുപോലെ തന്നെ രാത്രി നല്ല തണുത്ത കാറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഡോറിൻ്റെ ജനലിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് സമയം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളിതാ താഴോട്ട് പോവുകയാണ് കേട്ടോ. നിവിക്കുട്ടൻ്റെ വണ്ടി വരാറായി. അപ്പോൾ നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. ഇപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. അപ്പോൾ നിവിക്കുട്ടൻ എന്താ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ ക്രിസ്മസിൻ്റെ ട്രീയും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കൽ കേട്ടോ. നിവിക്കുട്ടനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ബാക്കി പണികളിലേക്ക് കിടക്കുക. ഫസ്റ്റ് തന്നെ ചായ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പണി. കാരണം ചായ കുടിച്ചാലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ എണീച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കും കേട്ടോ. ഇന്ന് ഞാൻ കുടിച്ചത് നമ്മുടെ ഈ മല്ലി ഇട്ടിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ. അതായത് ഡേ ഇൻ മൈ ലൈഫ് അല്ല, എൻ്റെ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു ദിവസത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലി വെള്ളമാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് പുറത്ത് വന്ന് കുറച്ച് കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ട് ചായ കുടിച്ചു. ഈ കപ്പിൽ ഞാൻ ഫുള്ള് ചായ എടുക്കില്ല കേട്ടോ, കുറച്ച് ചായ എടുക്കുള്ളൂ. പക്ഷെ ആ ഒരു ചായ കുടിച്ചാലാണ് നമുക്കൊരു ഉഷാറ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കാറ്റ് കൊണ്ട് പിന്നെ ഞാൻ ഹാളിലേക്ക് തന്നെ വന്നു. ഇത്തിരി നേരം ഫോൺ നോക്കി. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കണം. കാരണം ഏട്ടുവിന് ഫുഡ് കൊണ്ടുപോകണം, ലഞ്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും കഴിയും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കടല ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കഴുകി കുക്കറിലിട്ട് വേവിക്കണം. നമുക്കിവിടെ എല്ലാവർക്കും കടല ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് നിച്ചുട്ടൻ എണീച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിച്ചുട്ടൻ എണീച്ച് കഴിഞ്ഞാൽ അവന് പാല് വേണം. അപ്പോൾ പാല് കുടിച്ചാലേ അവന് ഉഷാറാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അവൻ അടുക്കളയിട്ട് വരും പാലിന് വേണ്ടിയിട്ട്. ഇനി ഇത് കൊണ്ട് നേരെ സോഫയിൽ പോയിരുന്ന് കുടിക്കും. ഇപ്പോൾ നിച്ചു എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട്, അവന് പൊതുവേ കുറച്ച് ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഒന്ന് മേലൊക്കെ ഒന്ന് നടുവൊക്കെ ഒന്ന് നിവർത്തി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ ചിയ പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങുമാണ് കേട്ടോ. അപ്പോൾ നിച്ചു ഇപ്പോഴാണ് ക്യാമറ ശ്രദ്ധിച്ചപ്പോൾ ആളതിലേക്ക് എന്നെ നോക്കിയപ്പോൾ ഞാൻ എന്താ നിച്ചുവിനെ എടുത്തു. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാ വെച്ചാൽ, നമ്മൾ രാവിലെ എടുത്ത പാത്രങ്ങളെല്ലാം അപ്പം കഴുകി വെക്കണം. എനിക്കങ്ങനെ കുറേ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ? എന്നെപ്പോലെ തന്നെയാണോ നിങ്ങൾ? അപ്പോൾ ഇന്ന് നിച്ചുവിന് കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അവനിപ്പോൾ ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുത്ത് നെയ്യൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കഴിക്കും. അവന് ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദോശ നെയ്യിനും ആ ഒരു മണം വരുമ്പോൾ അടുക്കളയിൽ നിന്ന് പിന്നെ പോവില്ല. അപ്പോൾ ഇന്ന് കുഞ്ഞു ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൊണ്ടേ കൊടുത്ത് കഴിഞ്ഞാൽ ഹാളിൽ ഇങ്ങനെ സോഫയിലിരുന്ന് അവൻ മെല്ലെ അത് കഴിച്ചോളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ച് ശീലമാവട്ടെ, അതാവുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ. പൊതുവെ നിച്ചുവിന് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. നമ്മൾ വായിൽ പൊട്ടിച്ചു കൊടുത്താലും അത് അവൻ വായിൽ നിന്ന് എടുത്ത് പിന്നെ അവൻ തന്നെ അത് വായിലേക്ക് ഇടണം. അങ്ങനെ ഒരു സ്വഭാവമാണ് ആൾക്ക്. അപ്പോൾ കുഞ്ഞു ദോശ ഞാൻ കുറച്ച് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് അവൻ കുറച്ച് സമയം അവിടെ ഇരുന്നോളും. പതുക്കെ കഴിക്കുള്ളൂ, എന്നാലും ഫുള്ളായിട്ട് കഴിക്കും കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് കടല ഉപ്പേരിയിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് മുറിക്കണം. ജസ്റ്റ് ഉള്ളി മാത്രമാണ് ഞാൻ ഇടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇടും. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളി കൂടുതൽ വേണം നമുക്കിവിടെ. ഉള്ളിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഈ പെറുക്കി ഇടുന്നത് കറിവേപ്പിലാണ് കേട്ടോ. കാരണം കറിവേപ്പിലയ്ക്ക് ഇവിടെ ഭയങ്കര എന്താ പറയുക ക്ഷാമമാണ്. കുറച്ചുണ്ടെങ്കിലും അത് കുറച്ചായിട്ട് ഇങ്ങനെ ഇടും. അപ്പം നമ്മുടെ കടലപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഏട്ടൂനുള്ള ചോറ് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൂന് പൊതുവേ കൂട്ടാൻ അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് കുറച്ച് ഉപ്പും അതുപോലെ തൈര് ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുശാലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കറികളൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കുമ്പോൾ തന്നെ സാമ്പാറാണ് ഉണ്ടാക്കുക. അത് ദോശയ്ക്കും ഇഡ്ഡലിക്കും നല്ല ചിലവാണ്. അപ്പോൾ ഏട്ടനിന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് മോര് ഉടച്ചിട്ടുള്ള ചോറും അതുപോലെ കടല ഉപ്പേരിയാണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഒരു കോമ്പിനേഷൻ? ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏട്ടൂന് ബാഗിൽ അത് വെച്ച് കൊടുക്കണം. ഏട്ടു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറപ്പെടുകയാണ് കേട്ടോ. ആക്ച്വലി ഒരു 9 മണി 9:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഏട്ടു ഓഫീസിലേക്ക് ഇറങ്ങാറ്. ഏട്ടു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് എക്സസൈസുകളാണ് കേട്ടോ. ഞാൻ മെയിനായിട്ടും നമ്മുടെ ഡാൻസാണ് ചെയ്യുക. ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ടി വിയിൽ പ്ലേ ചെയ്യും. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ കളിക്കും. അപ്പോൾ അത് നമുക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ലൊരു ഉന്മേഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഡാൻസ് പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസിനും അത് ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ ചെയ്ത് ഫുള്ള് വേർത്തു കേട്ടോ. ഒരു 45 മിനിറ്റ്സിൻ്റെ ഒരു ഡാൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വേർക്കും. മുഖമൊക്കെ റോസ് കളറായിട്ടുണ്ട്. അപ്പോൾ ഡാൻസ് കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ട് നല്ല അടിപൊളി ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ആക്ച്വലി മഖാന വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. മഖാനയും നമ്മുടെ കൊക്കോ പൗഡറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അടിപൊളി സ്വീറ്റാണ്. നമുക്ക് ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മധുരമൊക്കെ കഴിക്കാൻ നല്ല ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിച്ചുട്ടനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. ഇനി അവന് ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വെയിറ്റ് ലോസിലാണെന്ന്. അപ്പോൾ അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഫിറ്റ്ട്രാക്കിലെ ലിനു ആണ് കേട്ടോ. നല്ല അടിപൊളി ന്യൂട്രീഷനിസ്റ്റാണ്. നമുക്ക് നമ്മുടെ ദേഹത്തിനനുസരിച്ചിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ തരുന്നത്. അതുപോലെ തന്നെ എല്ലാ ന്യൂട്രിയൻസും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ചാർട്ട് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകൾ, അതുപോലെ ഹിമോഗ്ലോബിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അയേൺ കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ആ ഒരു ചാർട്ട്. എനിക്ക് ഹിമോഗ്ലോബിൻ അതായത് അയൺ കുറവുള്ളത് കൊണ്ട് എൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിട്ടുള്ള ചാർട്ടാണ് ലിനു തന്നിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം പിക്കും എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അവരത് നോക്കിയിട്ട് അതിലെന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവരത് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫിറ്റ് ട്രാക്കർ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് നോക്കി നോക്കുക. ഞാനത് കൊടുക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വെള്ളം കുടിക്കുക. 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിട്ടുണ്ടാവണം. അത് നമ്മുടെ വെയിറ്റ് ലോസിന് മാത്രമല്ല നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇനി നമുക്ക് രാത്രി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് നമ്മുടെ പ്രോട്ടീൻ മാത്രമാണ് കേട്ടോ ഞാൻ രാത്രി കഴിക്കുന്നത്. അപ്പോൾ പ്രോട്ടീനായിട്ട് പനീറാണ് എടുത്തിട്ടുള്ളത്. പനീർ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് ലൈം ജ്യൂസും വെച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും.
എന്നിട്ട് അതിൻ്റെ കൂടെ എന്തില്ലെങ്കിൽ ഒരു സാലഡ്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടുള്ള സാലഡാണ്. ക്യാരറ്റിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ തൈരും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് കച്ചകച്ചകച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി യമ്മി ആയിട്ടുള്ള സാലഡ് റെഡിയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുക്കുംബർ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുക്കുംബർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാരറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി സാലഡാണ് കേട്ടോ. നമുക്കിത് വെറുതെ ആണെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കുറേ സാലഡ്സൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, അതായത് ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ കുറേ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിന് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടൂനും നിവിക്കുട്ടനും ദോശയാണ്, എനിക്ക് മാത്രമാണ് പനീർ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഫ്രഷായി വന്നു. ഇനി എൻ്റെ ഫുഡ് പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് തവയിൽ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒഴിക്കല്ല, കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പനീർ ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. എന്താ പറയുക, ഏട്ടൂനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പനീർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഭംഗിക്കും നമുക്ക് കഴിക്കാനും നല്ലതാണ് നമ്മുടെ പൊമേഗ്രാനറ്റ് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാനായിട്ട്, ആ സാലഡിൻ്റെ കൂടെ കടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലീനോ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വോയിസ് മെസ്സേജും അയക്കും, എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, സാലഡിലാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ലീനോ നമുക്ക് അത് ഓക്കെ ആണോ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ലീനോനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാം. കാരണം ലീനോനെയാണ് ഞാൻ എപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഫിറ്റ് ട്രാക്കറിൽ ലീനോനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീൻ ചെയ്താലേ തന്നെ എനിക്കൊരു സമാധാനമുള്ളൂ. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കിച്ചൺ കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നുള്ളതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.